പ്രോപ്പറായിട്ടുള്ള നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാതെ ഒരിക്കലും അവർ റിലീവിങ് ലെറ്റർ കൊടുക്കില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്ത് കൊടുക്കുന്നത്. മെയിൽ ചെയ്ത് കൊടുത്ത സമയത്ത് ഈ പഴയ ഓണർ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. റെസിഗ്നേഷൻ അപ്രൂവ് ചെയ്തു. മാത്യുവിനോട് പറഞ്ഞു, നിങ്ങൾ മൺഡേ മോർണിംഗ് ഓഫീസിലോട്ട് വാ, നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാനുള്ള പ്രോസസ്സുകൾ ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പാണെങ്കിൽ 3 വർഷം വർക്ക് ചെയ്ത കമ്പനിയിൽ 2 മാസം നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് റിലീവിങ് ലെറ്റർ കൊടുത്തത്. ഈ കമ്പനിയിലാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, 2 വർഷത്തെ വിസ ഓൾറെഡി പഴയ ഓണർ പൈസ കൊടുത്ത് എടുത്തിട്ടിരിക്കുകയാണ്. വെറും 6 മാസമാണ് വർക്ക് ചെയ്തത്. 6 മാസത്തിൽ ആകെ പുള്ളി വർക്ക് ചെയ്തത് 4 മാസമാണ്. സത്യം പറഞ്ഞാൽ ആ ഓണർക്ക് ഒരുപാട് ലോസുകളും വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അയാൾ ഒന്നും ചോദിക്കാതെ അത് ക്യാൻസൽ ചെയ്ത് കൊടുത്തു. അതെല്ലാം ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കൊടുത്തത്. ഇയാൾ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. അതെല്ലാം എൻ്റെ ലൈഫിലെ എല്ലാ സാക്ഷ്യങ്ങളും നടന്നിട്ടുള്ള ചൊവ്വാഴ്ച ദിവസമാണ്. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം വിസ പഴയ കമ്പനിയുടെ എല്ലാ പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ആയി. പുതിയ കമ്പനിക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോഴും അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്, നയാ പൈസ ഇല്ല, പുതിയ കമ്പനിക്കാർ അക്കോമഡേഷനും തന്നിട്ടില്ല, പഴയ കമ്പനിക്കാർ നാളെ തന്നെ ഇറങ്ങുകയും വേണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി ഞാൻ ഈ ബാഗ് സാധനങ്ങളുമായിട്ട് എങ്ങോട്ട് പോകും, എൻ്റെ നയാ പൈസ പോലും ഇല്ല, പോകാനുള്ള ഒരു അവസ്ഥയില്ല. ബാഗെങ്കിലും വെക്കാനായിട്ട് ഈ ഓണർ എനിക്കൊരു സമയം തരുവാണെങ്കിൽ കൂട്ടുകാരൻ്റെ കൂടെ പോയി നിൽക്കുക, ഈ ബാഗിൽ ലഗേജ് ചുമന്ന് പോകാൻ അല്ലെങ്കിൽ ടാക്സിക്ക് പൈസ കൊടുക്കാൻ എൻ്റെ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അയാളെ പഴയ ഓണറെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓണറെ വിളിച്ചപ്പോൾ അയാൾ ആദ്യം ഷൗട്ട് ചെയ്തു, താൻ എന്നോട് ഇൻഫോം ചെയ്യാതെ താൻ വേറൊരു കമ്പനിയിലും പോയി, എന്നിട്ട് തൻ്റെ ലഗേജും ബാഗ് ഞാനിവിടെ സൂക്ഷിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ ഫോൺ വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം അയാൾ വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, താൻ ഇവിടെ ബാഗ് വെച്ച്, പക്ഷേ ഞായറാഴ്ച വരെ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, താൻ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വീണ്ടും ടെൻഷൻ. അപ്പോഴും ഞാൻ ആളോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഫെയ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞത്. മാതാവ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെറിറ്റ് നോക്കിക്കോ, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് ഇനി താല്പര്യവും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് ഉള്ളിൽ ഞാൻ ചിരിച്ചു, മാതാവ് ഇത് ഇടപെടുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ആയപ്പോഴത്തേക്കിന് പുതിയ കമ്പനിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ട്,